നമസ്കാരം സ്നേഹതുമ്പികളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾ ചാറ പറയുന്ന കുറേ ചോദ്യങ്ങൾ ഇങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പലതും ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊടിതൂക്കി മലയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച ഗുഹ ഇവിടെയാണുള്ളത്. ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ മാക്സിമം ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കുറേ ആളുകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് ഫാമിലിയെക്കുറിച്ചാണ്. വിവാഹത്തിന് മുമ്പ് അച്ഛൻ, അമ്മ, 2 സഹോദരിമാർ, ഞാനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു. വിവാഹത്തിന് ശേഷവും അണുകുടുംബം തന്നെയാണ്. ഭർത്താവുണ്ട്, 2 പെൺമക്കളുണ്ട്, ഭർത്താവിൻ്റെ അമ്മയുണ്ട്. ഭർത്താവിൻ്റെ പേര് അമിത് എന്നാണ്. 2 പെൺമക്കൾ, മൂത്ത ആള് സാഷ്മിത 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് തനിഹ UKGയിൽ പഠിക്കുന്നു. ഭർത്താവിന് എന്താണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ചെറിയ തോതിലുള്ള ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് പഠിച്ചതെന്ന്. ഞാൻ +2-ന് ശേഷം TTC പഠിക്കാൻ വേണ്ടി പോയി. എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിന്ന് തന്നെ തുടർന്ന് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഡിഗ്രി എടുത്തു. ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. അതിനുശേഷം കല്യാണം വളരെ പെട്ടെന്നായിരുന്നു. കല്യാണത്തിന് ശേഷമാണ് MA പഠിച്ചത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് സമയത്താണ് വെറുതെ ഇരിക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ജേർണലിസം പഠിക്കാമെന്ന് കരുതി ജേർണലിസത്തിന് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. എൻ്റെ ടീമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ടീമെന്ന് പറയാൻ ആരുമില്ല, ഞാൻ തന്നെയാണ്. എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഈ വീഡിയോ എടുപ്പിലും എല്ലാം എനിക്ക് സപ്പോർട്ടായിട്ടുള്ളതും എന്നോട് സഹകരിക്കുന്നതും. പുറത്തു നിന്ന് ഒരാളെ ജോലിക്കൊക്കെ വെക്കാൻ പറ്റും, പക്ഷെ അവരുടെ ഉത്തരവാദിത്വം കൂടി നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ചെയ്യുന്ന അത്രയും ആത്മാർത്ഥത കാണില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പണ്ട് തൊട്ടേ എനിക്കുള്ള ഒരു എൻ്റെ ഒരു സ്വഭാവം അതാണ്. എന്തെങ്കിലും നമ്മളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിഗ്നേച്ചറാണ്. അത് A to Z നമ്മൾ തന്നെ ചെയ്യണം. അതിൽ പല ആളുകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കറി വെച്ചാൽ ഒരാൾ വെജിറ്റബിൾ അരിഞ്ഞ് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ആ കറി നല്ലതാണെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്ത ആൾ പറയില്ലേ, ഞാൻ കട്ട് ചെയ്തത് കറക്റ്റ് പാകത്തിനായിരുന്നതുകൊണ്ടാണ് കറി നന്നായതെന്ന്. അപ്പോൾ വെച്ച നമ്മൾ ആരായി? ഒറ്റയ്ക്ക് സകലം ചെയ്താൽ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. പിന്നെ മെൻറ്റർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ മെൻറ്ററൊന്നും ഇല്ല കേട്ടോ. ഞാൻ തന്നെയാണ് എൻ്റെ മെൻറ്റർ. പാരഡി എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പാരഡി പാട്ടുകൾ എഴുതുന്നത് വളരെ ചെറുതിലേ തന്നെ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വരികളൊക്കെ എഴുതുമായിരുന്നു. കവിതാരചന മത്സരങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. +2 വരെയൊക്കെ കവിതാരചന മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിച്ച് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അല്പം സാഹിത്യത്തിൽ ചാലിച്ചെഴുതുന്ന ഒരു രീതി, സ്വഭാവം പണ്ടേ ഉണ്ടായിരുന്നു. അതിനുശേഷം TTCക്ക് പഠിക്കുമ്പോഴാണ് ഈ പാരഡി എന്നുള്ള സംഗതിയിലേക്ക് ഞാൻ കടക്കുന്നത്. അതായത് ഞങ്ങൾക്ക് TTC പഠിച്ചവർക്കും B.Ed പഠിച്ചവർക്കൊക്കെ അറിയാം, നമ്മൾ ഈ എല്ലാ ദിനാചരണങ്ങളും ദിനാഘോഷങ്ങളും ഒക്കെ വലിയ ഗ്രാൻഡായിട്ടാണ് കൊണ്ടാടുന്നത്. അത് ഓസോൺ ദിനം, ചാന്ദ്രദിനം എല്ലാം അങ്ങനെയാണ്. ഓരോ എഴുത്തുകാരുടെ അനുസ്മരണങ്ങളും എല്ലാം നടത്തുമ്പോൾ മിക്കതിലും ഒരുപാട് കലാപരിപാടികളൊക്കെ കാണും. അപ്പോഴൊക്കെ ഞാൻ കണ്ടെത്തിയ കുറുക്ക് വഴിയായിരുന്നു ഈ പാരഡി എഴുത്ത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചാന്ദ്രദിനം നടന്നുകൊണ്ടിരുന്നപ്പോൾ പരിപാടികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ പെട്ടെന്ന് കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, ശീതള പെട്ടെന്ന് ഒരു പാട്ട് ഒപ്പിക്കണം. അപ്പോൾ അവിടെ പരിപാടി ഈശ്വര പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ചന്ദ്രനെ കുറിച്ചൊരു 10-25 വരി അങ്ങനെ എഴുതി. അപ്പോൾ പെട്ടെന്ന് എഴുതാനുള്ള ഒരു ഇഷ്ടവുമുണ്ട് കേട്ടോ. അതിനോട് ഇഷ്ടവും എന്തോ കഴിവ്, ദൈവം സഹായിച്ച് അങ്ങനെ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. പാരഡി ഒന്നും എഴുതാൻ ആരും സഹായിക്കുന്നതല്ല, വളരെ പെട്ടെന്നുണ്ടാക്കും. ചിലപ്പോൾ ഒരു സിനിമാ ഗാനത്തിൻ്റെ ആ ഒരു ഈണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷയം എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരികൾ എനിക്ക് മനസ്സിൽ തന്നെ ഇങ്ങനെ ഒഴുകി വരും. ഒരുപാട് എഫേർട്ട് എടുത്തൊന്നും അല്ല എഴുതുന്നത്. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ അല്പസ്വല്പം പാടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷേ ഡാൻസ് കളിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ചിത്രരചനയും ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നും ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എല്ലായിടത്തും കൊണ്ട് കൈവയ്ക്കാനുള്ള ഒരു പ്രത്യേക ധൈര്യം പണ്ട് തൊട്ടേ കാണിക്കാറുണ്ട്. പിന്നെ ജോബ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുൻപ് അധ്യാപികയായിരുന്നു. അധ്യാപനമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി. അത് ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത്, അതൊരു പാഷനായിരുന്നു. പാഷനായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതിനൊരു പ്രൊഫഷനായിട്ട് മാത്രം കണ്ടിരുന്നെങ്കിൽ ഇന്നും ഞാനതിൽ തുടർന്നേനെ. പക്ഷെ നമ്മൾ ഓവറായിട്ട് ആത്മാർത്ഥത എവിടെ കാണിക്കുന്ന അവിടെ നിന്നെല്ലാം പണി കിട്ടുമല്ലോ. അങ്ങനെ ചെന്ന് ജോലി ചെയ്തെടുത്തുനിന്നെല്ലാം പണി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിട്ടിയതുകൊണ്ട് തന്നെ പയ്യെ വേണ്ട, നിർത്തുന്നതാണ് എൻ്റെ ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും നല്ലതെന്ന് മനസ്സിലാക്കി അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. വേറൊരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. മറ്റുള്ള ചാനലുകളിൽ നിന്ന് അവസരങ്ങൾ വന്നിട്ടുണ്ടോ, ഓഫറുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് 1 വർഷത്തിന് മുമ്പൊക്കെ തന്നെ എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഒരിടത്തു നിന്നല്ല, മനോരമയിൽ നിന്ന് വന്നിട്ടുണ്ട്, മാതൃഭൂമിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസവും എനിക്കൊരു ഓഫർ വന്നായിരുന്നു. പക്ഷേ അവിടേക്കൊന്നും പോകാത്തതാണ്. എൻ്റെ ശീതളസമാണ് എൻ്റെ സന്തോഷവും സമാധാനവും, ഇതാണ് എൻ്റെ സംതൃപ്തി. ഭീഷണി ഉണ്ടായിട്ടുണ്ടോ?
എന്ന് ചോദിച്ചിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല തെറി മോശം വാക്കുകളൊക്കെ വന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ചെയ്യും, നിന്നെ ഇങ്ങനെ ചെയ്യും, കാണിച്ചു തരാം, നീ പുറത്തിറങ്ങുന്നൊക്കെ വന്ന് കമൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് എനിക്ക് അങ്ങനെ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അധികം പുറത്തിറങ്ങി പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന ആൾ, അങ്ങനെ ഒരുപാട് യാത്രകൾ പോകുന്ന ആളല്ല. അങ്ങനെ അതുകൊണ്ടായിരിക്കും പുറത്തുനിന്നും ഇതുവരെ അങ്ങനെ ഭീഷണിയോ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ കണക്കിനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫാമിലി സപ്പോർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇങ്ങനെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ ഓവറായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് കരുതി അങ്ങനെയൊന്നുമില്ല. ഭർത്താവ് ഫുൾ സപ്പോർട്ടാണ്. ആ കാര്യത്തിൽ 100% സപ്പോർട്ടാണ്. ഞാൻ ഏത് അഭിപ്രായം പറഞ്ഞാലും അതിനെ പിന്തുണയ്ക്കുന്ന ആൾ തന്നെയാണ്. ഈ ധൈര്യം എങ്ങനെ കിട്ടിയെന്ന്, ധൈര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഒരു സംഗതിയാണെന്നോ ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അത് ഓരോരുത്തരുടെയും പ്രകൃതമാണെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പ്രകൃതമാണ് ധൈര്യം. വളരെ ചെറുതിലേ തൊട്ടേ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ അത് തെറ്റല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അതിനുള്ള ഒരു തൻ്റെ ഇടം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ധൈര്യം എന്ന ആളുകൾ വിളിച്ചു. അത് ധൈര്യമാണെങ്കിൽ ധൈര്യം അതെൻ്റെ പ്രകൃതമാണ്. അത് പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. വീട്ടിൽ വേറെ ആരാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പ നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. വളരെ രസികനായിരുന്നു. നന്നായിട്ട് കവിത ചൊല്ലുകയും കഥകൾ പറയുകയും നന്നായിട്ട് പാട്ടൊക്കെ പാടുകയും ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ പപ്പയുടെ ഒരു കഴിവാണ് കിട്ടിയിരിക്കുന്നത്. സംസാരിക്കാനും ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആളാണ് പപ്പ. ഞാനും അത് തന്നെ. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചു നിർത്താൻ പാടാം. പിന്നെ എന്തുകൊണ്ട് കുസുമമായിട്ട് ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ശീതളായിട്ട് എന്തുകൊണ്ടാണ് ചില വിഷയങ്ങൾ സംസാരിക്കാത്തതെന്ന് നല്ലൊരു ചോദ്യമാണ്. ഇതിന് മുൻപ് ഞാൻ അതിന് മറുപടി ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. കുസുമ പുരാണം എന്നതൊരു പരമ്പരയായിട്ട് അവതരിപ്പിക്കണം എന്ന രീതിയിലാണ് ഞാനത് തുടങ്ങിയത്. എല്ലാ വിഷയങ്ങളും കുസുമത്തെ കൊണ്ട് സംസാരിപ്പിക്കാം. പക്ഷേ ചില പ്രത്യേക നമ്മൾ ഒരുപാട് വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കേണ്ട ചില വിഷയങ്ങൾ വരുമ്പോൾ അത് കുസുമം തന്നെ സംസാരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പയ്യെ ബോധ്യപ്പെട്ടു. അത് കുറച്ചുകൂടി സമൂഹത്തിലെ എല്ലാ തട്ടിലേക്കുമുള്ള ജനങ്ങളിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആഴത്തിൽ അതേ ഡെപ്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ട് എന്ന് ആ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കി. അതുപോലെ തന്നെ ചില വിഷയങ്ങൾ നമുക്ക് കുറച്ച് അയഞ്ഞ് സംസാരിക്കണമെങ്കിൽ അച്ചടി ഭാഷയിലല്ലാതെ വളരെ നമ്മുടെ ഒരു ലോക്കൽ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് അതിനുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ തോന്നി. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ. പിന്നെ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ അഭിനയിക്കുമോ? സിനിമ ഇഷ്ടമാണോ? സിനിമ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? പക്ഷേ എല്ലാ സിനിമകളും നമുക്ക് ഇഷ്ടമല്ല, കാണാൻ ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് നല്ല കഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നാൽ സിനിമ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല കഥകളായിരിക്കണം. എന്തുകൊണ്ട് ജേർണലിസം? അപ്പോൾ ജേർണലിസം ചെയ്യാം. ജേർണലിസം പല വിഷയങ്ങളിൽ നിന്ന് ജേർണലിസം സെലക്ട് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്ന് തോന്നി. ആ സമയത്ത് ജേർണലിസം പഠിച്ചു. പക്ഷേ ജേർണലിസം പഠിച്ചു കഴിഞ്ഞ് അതുമായിട്ട് മുന്നോട്ട് പോകെയാണ് അതിനെ ഞാൻ ഇഷ്ടപ്പെട്ടതും ഇത് ഞാൻ നേരത്തെ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു, ഇതായിരുന്നു എൻ്റെ ഫീൽഡെന്നും ഞാനിതിലേക്ക് വന്നതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞ് ഇതിനെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ തോന്നാൻ കാരണം നമുക്ക് സമൂഹത്തോട് ഉറച്ചു പറയേണ്ട കാര്യങ്ങൾ നിഷ്പക്ഷമായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ അത് ഒരു ജേർണലിസ്റ്റിനെ കൊണ്ടേ പറ്റുകയുള്ളൂ. ഒരു സർട്ടിഫൈഡ് ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പറയാം, എതുവരെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല, എന്തൊക്കെയാണ് നിയമങ്ങൾ, പരിമിതികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബോധ്യമുണ്ടാകും. അല്ലാതെ നന്നായിട്ട് സംസാരിക്കുന്ന ആർക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം സംസാരിക്കാൻ വേണ്ടി. പക്ഷേ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ജേർണലിസം എന്നൊരു ലൈസൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ശീതളിന് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് പോകുന്നു കേട്ടോ ഇതുവഴി. നിനക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം നീ കമ്മ്യൂണിസ്റ്റുകാരിയാണോ, കോൺഗ്രസ്സുകാരിയാണോ, BJP-കാരിയാണോ എന്നാണല്ലോ ചുരുക്കി പറഞ്ഞാൽ. ഇതിലൊന്നിലും ഞാൻ പെടില്ല. സത്യസന്ധമായിട്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, അതായത് നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ഒരിഞ്ചെങ്കിലും വികസിക്കാൻ, അവരുടെ ജീവിതം വികസിപ്പിക്കാൻ പറ്റുന്നത് ആരെക്കൊണ്ടാണ്, അവർക്ക് അത് കഴിവുള്ള ആരാണെന്ന് എനിക്ക് തോന്നുന്നു അവർക്കാണ് ഞാൻ എൻ്റെ വോട്ട് കൊടുക്കാറ്. അല്ല സ്ഥിരമായിട്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അന്ധമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയെയും വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ. നമ്മുടെ നാടിനും നാട്ടുകാർക്കും എല്ലാ തട്ടിലുമുള്ള ജനങ്ങളുടെ വികസനത്തിനും ഉതകുന്നത് ആരാണോ, ഏത് പാർട്ടിയാണോ അവരുടെ ഒപ്പം ഞാനുണ്ടായിരിക്കും.
പിന്നെ ചാനൽ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തുകൂടെ, വലിയൊരു ചാനലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് തന്നെ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാര കാര്യമില്ല. വലിയ ഫണ്ട് വേണം, ഒരുപാട് സ്റ്റാഫ് വേണം, നമുക്ക് ഒരുപാട് റിസോഴ്സസ് വേണം, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചാനൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പിന്നെ ഇത് വലുതാകും തോറും ടെൻഷനും വലുതായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത്. ശീതളസം ഒരു എന്താണ് നമ്മൾ തുടങ്ങിയ ഒരു സമയം വെച്ച് ഇത്ര കാലയളവിനുള്ളിൽ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമാകാനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറുതാണെന്ന് ഞാൻ പറയല്ല. പക്ഷേ ഈ ഒരു രീതി, ഈ ഒരു പ്രകൃതം ശീതളസം കാത്തു സൂക്ഷിക്കുന്നതാണ് മനസ്സമാധാനത്തിനും എൻ്റെ സംതൃപ്തിക്കും നല്ലത് എന്നാണ് ഞാൻ നിലവിൽ വിചാരിക്കുന്നത്. പിന്നെ ഇത് തുടങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ശീതളസം തുടങ്ങി? ഞാൻ മറുനാടൻ മലയാളിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഈ വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്ന് പിന്നെ ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരവസ്ഥയെത്തി. അപ്പോൾ വെറുതെ എന്തെങ്കിലും ചെയ്യാതിരിക്കൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ഏതായാലും ജേർണലിസ്റ്റ് അല്ലേ. പിന്നെ സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ സംഭവങ്ങളും വാർത്തകളും ഒക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഇതിനോടൊക്കെ പ്രതികരിക്കണമല്ലോ എന്നുള്ള ഒരു തോന്നൽ വളരെ ശക്തമായിട്ട് എന്നിൽ രൂപപ്പെട്ടു. അപ്പോൾ എന്താണ് ഒരു പ്ലാറ്റ്ഫോം? നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ, മറ്റൊരാളുടെ അഭിപ്രായത്തെ ആശ്രയിക്കാതെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ശീതളസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മലയാളം ടീച്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ചോദിച്ചതിൽ. കാരണം എൻ്റെ മലയാളം ടീച്ചേഴ്സിനെ ആരെയും ഞാൻ മറന്നിട്ടില്ല. ലോവർ പ്രൈമറി മുതൽ എനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട്. നഴ്സറി തൊട്ട് അറിയാം. നഴ്സറിയിൽ സിസ്റ്റർ ഷെഫി ആയിരുന്നു പഠിപ്പിച്ചിട്ടുള്ളത്. 4ാം ക്ലാസ്സിൽ തുളസി ടീച്ചറാണ് മലയാളം പഠിപ്പിച്ചത്. 7ാം ക്ലാസ് വരെ പിന്നെ സിസ്റ്റർ ട്രീസ ആയിരുന്നു. ഹൈസ്കൂളിൽ മറിയാമ്മ ടീച്ചറും ടെൻസിമോൾ ടീച്ചറും ആയിരുന്നു പഠിപ്പിച്ചിട്ടുള്ളത്. +2 ബിന്ദു ടീച്ചറാണ് മലയാളം പഠിപ്പിച്ചത്. +2 എനിക്ക് മലയാളത്തിന് 100ൽ 100 മാർക്കുണ്ടായിരുന്നു കേട്ടോ. വളരെയധികം എന്നെ എഴുതാനൊക്കെ പ്രോത്സാഹിപ്പിച്ച, ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഒരു ടീച്ചറായിരുന്നു +2 മലയാളം പഠിപ്പിച്ചിരുന്നത്. അന്ന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ പ്രത്യേക സമ്മാനമൊക്കെ ടീച്ചർ തരികയും കുറേ പുസ്തകങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വലിയൊരു ടേണിംഗ് പോയിന്റ്, നമ്മൾ കുറേ ഒരു പക്വതയിലേക്ക് എത്തുന്നത് ഒരു 17 വയസ്സ് 18 വയസ്സ് ആ സമയത്തല്ലേ. അപ്പോൾ TTC പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ പുഷ്പലത ടീച്ചറിനാൽ സ്വാധീനിക്കപ്പെടുന്നത്, എൻ്റെ മലയാള അധ്യാപിക. അപ്പോൾ നമ്മൾ മലയാളം +2 വരെ പഠിക്കുന്നത് പോലെയല്ല, TTCക്ക് ഭാഷാ പഠന സമീപനമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ഭാഷയെ കാണാനും അതിനെ സമീപിക്കാനുമൊക്കെ പരിശീലിപ്പിച്ചത് എൻ്റെ പുഷ്പലത ടീച്ചറാണ്. ടീച്ചറുമായിട്ട് ഇപ്പോഴും എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. എൻ്റെ ചാനൽ കണ്ടിട്ട് വളരെയധികം ടീച്ചറിന് സന്തോഷമുണ്ടെന്ന് എന്നോട് പറഞ്ഞു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. അതിനേക്കാൾ വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടാനില്ല. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ പേര് സ്പെസിഫിക് ആയിട്ട് പറയണ്ടല്ലോ, പറയുന്നത് ശരിയല്ലല്ലോ, എനിക്കത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് കുട്ടനാട്ടിലെ തന്നെ വീടിനടുത്തുള്ള സ്കൂളുകളിലാണ് പഠിച്ചത്. എല്ലാം നല്ല സ്കൂളുകളായിരുന്നു, നല്ല അധ്യാപകരായിരുന്നു. അതല്ലേ നമ്മുടെ അടിത്തറ. പിന്നെ വർഗീയത നിർത്തിക്കൂടെ എന്നുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ഈ മോശം ചിന്താഗതിയൊക്കെ മാറ്റി മനുഷ്യരെ. എന്നാണ് ഞാൻ വർഗീയത പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത്? ഞാനൊരു ഹിന്ദു ആയി പോയതുകൊണ്ട് ഒരു മുസ്ലിമിനെ ഒരു ക്രിസ്ത്യാനിയെ തെറ്റ് കാണിച്ച തെറ്റുകാരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ? ഞാനങ്ങനെ പറയാതിരിക്കണോ? അല്ലെങ്കിൽ അവർ നല്ലത് കാണിച്ചാൽ നല്ലതാണെന്ന് പറയുന്നില്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീയവാദി എന്ന് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളും സമ്മതിച്ചു തരുന്ന ഒരു കാര്യമല്ല കേട്ടോ ഞാൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ. നിങ്ങളെയൊക്കെ ഉറുമ്പ് കടിക്കും. മറുനാടനിൽ നിന്ന് എന്തുകൊണ്ട് പോകുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജേർണലിസം കഴിഞ്ഞ് ആകെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം മറുനാടൻ മലയാളിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ അവിടെ നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ ചാനൽ ആയതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് ചാനലുകളെക്കാളും സ്വാധീനം മനുഷ്യരിൽ ഓൺലൈൻ ചാനലിനുള്ളതുകൊണ്ടും അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച പഠിക്കാൻ പറ്റി. പിന്നീട് യാത്ര, അതായിരുന്നു എനിക്ക് ആദ്യത്തെ വെല്ലുവിളി. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കൊരു യാത്രയുണ്ട്. അപ്പോൾ കുഞ്ഞ് വളരെ ചെറുതാണ്. അപ്പോൾ ഒരു ആഴ്ച ഒരു 3-4 ദിവസമൊക്കെ പോയിട്ട് കഴിയുമ്പോഴേ പെട്ടെന്നൊരു ക്ഷീണം, പിന്നെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും. ഇടയ്ക്കിടയ്ക്ക് തുടർച്ചയായിട്ട് ലീവുകൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നിർത്താം, നമ്മൾ താൻ ചത്ത് മീൻ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയത്തില്ലേ. അപ്പോൾ എൻ്റെ ശരീരവും മനസ്സും കൂടെ ഒന്നിച്ച് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേട്ടവും എനിക്ക് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതങ്ങനെ നിർത്തി.
അതാണ് മറുനാടനിൽ ഓഫീസുമായിട്ടൊരു കണക്ഷൻ അങ്ങനെയാണ് വിട്ടത്. പിന്നീട് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. മറുനാടനിൽ ഓൺ എയർ എന്നൊരു പ്രോഗ്രാം ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നീട് അത് ചുരുങ്ങി ഇടയ്ക്ക് മാത്രമായി. അത് എൻ്റെ സമയത്തിൻ്റെ പ്രശ്നമായിരുന്നു. കാരണം ഞാനപ്പോൾ ശീതളസം തുടങ്ങുകയും ചെയ്തു, മറുനാടനിലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു, വലിയ പ്രഷറായി. അതുകൊണ്ടാണ് മറുനാടൻ പൂർണ്ണമായിട്ടും വിട്ടിട്ട് ശീതളസത്തിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ സമയം എങ്ങനെ കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യം, അത് ഈ ചോദ്യം വന്ന റൂട്ടെന്ന് പറയുന്നത് ഞാൻ എല്ലാ കമൻറ്റും ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശീതള ഓരോ കമൻറ്റ് വരെ ശ്രദ്ധിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്. അത് വളരെ 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 പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ദിവസം കുറഞ്ഞ ഒരു 60 മണിക്കൂറെങ്കിലും വേണം. അതിൽ 40 മണിക്കൂറും പകൽ സമയമായിരിക്കണം. ഉറങ്ങാനൊക്കെ വളരെ കുറച്ച് സമയം മതി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യണം. നമ്മൾ വീട്ടിലേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രൊഫഷൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ പാഷൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ഹോബികളുണ്ട്, നമുക്ക് കുറച്ച് സമയം വെറുതെ ഇരിക്കണം, നമുക്ക് നമ്മളെ തന്നെ നോക്കണം, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. പലതായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും സമയം തികയുന്നില്ല എന്ന് പറയാം. വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓരോ മിനിറ്റും എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ മാക്സിമം 1 സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. വളരെ വെളുപ്പിനെ അതിരാവിലെ ഉണരും, പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈമിൻ്റെ ഒരു കാൽക്കുലേഷൻ അറിയാം. അങ്ങനെ ഒരു ഓളത്തിന് പോകുന്നു. എന്നാലും എങ്ങനെയെങ്കിലും ഒരു 5-6 മണിക്കൂറും കൂടെ പ്രപഞ്ചത്തിന് നമുക്ക് എക്സ്ട്രാ തരാൻ വകുപ്പുണ്ടെങ്കിൽ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോയെന്ന്, മെഡിറ്റേഷനായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നാലും എല്ലാ ദിവസവും വെളുപ്പിനെ എഴുന്നേറ്റ് ബെഡിലിരുന്ന് ഞാൻ കുറച്ച് സമയം നല്ല ഒരു പുതിയ പ്രഭാതം തന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയാറുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്യും. പിന്നെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് ചുമ്മാ അതൊരു പ്ലാൻ വെറുതെ ഒന്ന് റഫായിട്ട് വരച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഭാഗം മാത്രം, പൂർണ്ണമായിട്ടും മെഡിറ്റേഷൻ എന്നുള്ള അവസ്ഥയിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. എല്ലാ ദിവസവും അല്പസമയമെങ്കിലും ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കും, പ്രപഞ്ചമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രോപ്പർ മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിൽ വിഷമം തോന്നാറുണ്ടോ, അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു, ഈ പണി നിർത്താൻ തോന്നിയിട്ടുണ്ടോയെന്ന്, അതായത് ഈ വീഡിയോ എടുപ്പും സംസാരം നിർത്താൻ തോന്നിയിട്ടുണ്ടോയെന്ന്. ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. ഒരു കാരണവശാലും നിർത്താൻ തോന്നിയിട്ടില്ല, നിർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. നെഗറ്റീവ് കമൻസിൽ ഒരു കാരണവശാലും വേദന തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്നാലും ഇതെന്ത് ഇങ്ങനെ ഇടുന്നത്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ മനസ്സിലായി, നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ പല ആളുകളുടെ ആവശ്യമില്ലല്ലോ, നമ്മൾ മാത്രം മതിയല്ലോ ലോകത്ത്. അപ്പോൾ പലരും പലരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു വേദനയൊന്നും തോന്നാറില്ല. എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്കത് ഫീൽ ചെയ്താലല്ലേ നമ്മളതിനെ തരണം ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അത്രയും വളരെ വേണ്ടപ്പെട്ട, എന്നോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം എന്നെ വേദനിപ്പിക്കാൻ പറ്റുള്ളൂ. ബാക്കി ആർക്കും എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നെ ടെൻഷൻ അടുപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ മെനക്കെട്ട് ഉറക്കവും ഭക്ഷണവും ഒക്കെ മാറ്റിവെച്ച് വേദനിക്കുന്ന രീതിയിലൊന്നും പുറത്തുനിന്ന് ഒരാൾക്കും എന്നിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ പണി നിർത്താൻ തോന്നിയിട്ടുണ്ടോയെന്ന്, പണി ഒരു കാരണവശാലും നിർത്താൻ തോന്നിയിട്ടില്ല, ഇനി ഭാവി നിർത്താനും ഉദ്ദേശിക്കുന്നില്ല. നമുക്കിങ്ങനെ ഓരോരുത്തർ പറയും തോറും പണി എങ്ങനെ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയാണ്. പിന്നെ ന്യൂസ് ചാനൽ തുടങ്ങാമെന്ന്, ഒരു വലിയ പ്രസ്ഥാനമായിട്ട് തുടങ്ങാമെന്ന് ഞാൻ കുറച്ച് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ന്യൂസ് നമ്മുടെ ചാനലിൽ തുടങ്ങിയ ഒരു പ്രശ്നം ആരും കാണില്ല എന്നുള്ളത് തന്നെ. ഞാൻ കുറേ മാസം ഇതിനു വേണ്ടി മെനക്കെട്ടായിരുന്നു. ന്യൂസ് എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല, ഒരുപാട് മെനക്കേട് അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് ഇട്ടാലും നിങ്ങളാരും കാണുന്നില്ല. 1-2 പേര് അത് കാണാം എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള വ്യൂസ് വന്നില്ലെങ്കിൽ നമ്മുടെ ആ സമയം അത്രയും നമുക്ക് നഷ്ടമാണ്. പിന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ ലൈവായിട്ട് അന്നേരം ഉള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അതേ വാർത്തകൾ മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലാത്തൊരു കാര്യം. അതിനെ സംബന്ധിച്ചുള്ള വിമർശനാത്മകമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, അല്ലെ ആ വാർത്തയെക്കുറിച്ചുള്ള പരിശോധന, അത് വേറെ. ആ വാർത്ത അതുപോലെ നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചിട്ട് അതിലെന്തെങ്കിലും അർത്ഥമുണ്ട്, നിങ്ങൾക്കും അത് സമയനഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞോ, മാരേജ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള ചോദ്യം വളരെ എന്നെ സന്തോഷിപ്പിച്ചു. വളരെ രസകരമായിട്ടുള്ള ചോദ്യമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ടൊരു ഭർത്താവും സ്വന്തമായിട്ട് 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തിന് ഇപ്പോൾ താല്പര്യമില്ല. ഫാൻസിൽ ആരെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, ചിലപ്പോൾ അവിവാഹിതയാണ് എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും ചോദിച്ചത്. പോട്ടെ. പിണറായി വിജയൻ്റെ മകളെ തഞ്ചാവൂരിൽ വെച്ച് കണ്ട സംഭവം, അത് ആരാണ് അറിയിച്ചത്, ആരോ അറിയിച്ചത് പ്രകാരം അവിടെ ചെന്നത് എടുത്തതാണെന്ന് പറഞ്ഞു. വലിയ വലിയ ചാനലുകൾക്ക് പോലും കിട്ടാത്ത ഒരു സംഭവം എങ്ങനെ കിട്ടി ശീതളിന് എന്നൊക്കെ. അത് തീർച്ചയായിട്ടും സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഒന്നും വിചാരിച്ചല്ല.
ഇടയ്ക്കിടയ്ക്ക് തഞ്ചാവൂർ ഞാൻ പോകാറുണ്ട്, തമിഴ്നാട്ടിലേക്ക് മിക്കവാറും പോകാറുണ്ട്. അങ്ങനെ അവിചാരിതമായിട്ട് അവിടെ വെച്ച് വീണ വിജയനെ കാണുകയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നി, ഞാൻ എടുത്തു. ഇതും കള്ളമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കങ്ങനെ വലിയ റിസോഴ്സസ് ഒന്നും ഇല്ല. ശീതൾ എന്ന് പറയുന്ന ശീതൾസത്തിൻ്റെ പ്രസ്ഥാനം ശീതൾ മാത്രമാണ്. അതിൽ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വാർത്തകൾ തരാനോ അങ്ങനെയൊന്നും നമുക്ക് ആളില്ല. പിന്നെ ഫാമിലി സർക്കിള് തൻ്റെടിയായിട്ട് കാണാറുണ്ടോ എന്ന് ഒരു കാരണവശാലും ഇല്ല. പണ്ട് തൊട്ടേ ഞാൻ തൻ്റെടിയാണ്, സംസാരിക്കുന്ന ആളാണെന്ന് എൻ്റെ ഫാമിലിയിലുള്ളവർക്കും എൻ്റെ നാട്ടുകാർക്കും എന്നെ അറിയാവുന്ന, വളരെ നേരത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും വലിയ അത്ഭുതമില്ല ഞാനിങ്ങനെ സംസാരിക്കുന്നതിൽ. അവർ പ്രത്യേകിച്ച് എനിക്ക് തൻ്റെടി എന്നൊരു ലേബലും പേരും ഒന്നും തരേണ്ട കാര്യമില്ല. വളരെ ചെറുതിലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ അമ്മയോടൊക്കെ ആണെങ്കിലും പറയും, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ ഒച്ചത്തിൽ സംസാരിച്ചാൽ എന്താണെന്നൊക്കെ ഞാൻ ചോദിക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ തൻ്റെടം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനൊന്നും ഫാമിലി സർക്കിളിൽ അങ്ങനെ എനിക്കങ്ങനെ ചീത്തപ്പേരൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും വീഡിയോ ചെയ്തിട്ട്? ഭാഗ്യവശാൽ എനിക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ഇതുവരെ കുറ്റബോധം തോന്നേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് നമുക്ക് കുറ്റബോധങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. വളരെ റെയറായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് കുറ്റബോധങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന വീഡിയോകളെ സംബന്ധിച്ച് എനിക്ക് കുറ്റബോധം ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ ചിന്തിക്കും, അതങ്ങനെ പറയാമോ, അതങ്ങനെ ചെയ്യാമോ എന്ന് ചിന്തിച്ചതിന് ശേഷം എൻ്റെ മനസാക്ഷിയുടെ കോടതിയിലിട്ട് തിരിച്ചും മറിച്ചും വിചാരണ ചെയ്തതിന് ശേഷം മാത്രം, ഒരു വിധി പ്രഖ്യാപനത്തിനൊക്കെ ശേഷം മാത്രമേ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ഇറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞ് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 1000 പേരെന്നോട് അത് വേണ്ടായിരുന്നു ശീതൾ എന്ന് പറഞ്ഞാലും എൻ്റെ മനസാക്ഷിക്ക് അത് ശരിയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ മാറി ചിന്തിക്കില്ല. പിന്നെ സംസാരത്തെപ്പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. സംസാരം ഒരു പ്രത്യേക ഫ്ലോയിലാണല്ലോ, അത് പ്രാക്ടീസ് ചെയ്തിട്ടാണോ സംസാരിക്കുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ഇതിനൊക്കെ ഉത്തരങ്ങൾ ഞാൻ എഴുതി വായിക്കുകയാണ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ? ഇങ്ങനെ തന്നെയാണ് ഓരോ വിഷയങ്ങളും. ഒരു വിഷയം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പരമാവധി കാര്യങ്ങൾ നമ്മളത് റിസർച്ച് ചെയ്ത് അറിഞ്ഞു ആ വിഷയത്തെ സംബന്ധിച്ച്. എന്നിട്ട് അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ, എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ എഴുതി തയ്യാറാക്കിയൊക്കെ വായിച്ചാൽ അതിലൊരു കൃത്രിമത്വം എങ്ങനെയാണെങ്കിലും അനുഭവപ്പെടും നിങ്ങൾക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല. പക്ഷേ നമ്മുടെ ഷോർട്ട് വീഡിയോകൾ, അറിയിപ്പിനെയൊക്കെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് ഒരു 3 മിനിറ്റ് അത് ഒരു പ്രോംപ്റ്റർ സെറ്റ് ചെയ്തിട്ട് അതിൽ നോക്കിയാണ് വായിക്കുന്നത്. ബാക്കി നമ്മുടെ ലോങ് വീഡിയോസൊക്കെ ഞാൻ തന്നെ ആ ഫ്ലോയിൽ അങ്ങ് വരുന്നതാണ്, അതങ്ങനെ വന്നു പോകുന്നു. പിന്നെ സംഖ്യയാണോ എന്ന്, അത് കുറച്ച് മുമ്പ് വർഗീയവാദിയാണോ എന്ന് ചോദിച്ചതുപോലെ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണ്. സംഖ്യയാണെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നല്ലൊരു കാര്യം ചെയ്താൽ അത് നല്ലതാണെന്ന് പറയുന്നത് കൊണ്ടാണോ, അതോ പിണറായി വിജയനെ വിമർശിക്കുന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല സംഗിണി എന്നൊക്കെ പറയുന്നത്. എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല, ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം പോലും. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയണമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. മറ്റു മതങ്ങളോട് പുച്ഛമാണെന്ന് ആര് പറഞ്ഞു? മറ്റു മതങ്ങളോട് പുച്ഛമാണെന്ന്? ഈ മറ്റു മതങ്ങൾ, എൻ്റെ മതം, നിൻ്റെ മതം, അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ആളാണ് ഞാൻ. നമ്മളിപ്പോൾ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്നു എന്ന് കരുതി നമുക്കറിയാമോ മറ്റുള്ളവരുടെ മതത്തിനെ അവരെങ്ങനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത്? പിന്നെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തോന്നിയാസം, വിവരക്കേടും തെമ്മാടിത്തരമൊക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ വിമർശിക്കും, അത് വേറെ കാര്യം. പിന്നെ മുഖ്യധാര മാധ്യമങ്ങൾ റേറ്റിങ്ങിന് വേണ്ടിയാണോ അതോ പത്രധർമ്മം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ. റേറ്റിങ്ങിന് വേണ്ടിയാണ്. 3 തരം. അവർക്ക് പരസ്യങ്ങൾ കിട്ടണം, അവരുടെ ചാനലിനെ വളർത്തണം, കുറേ കാശുണ്ടാക്കണം, നമ്പർ 1 ചാനൽ എന്ന് പേരെടുക്കണം, അതിന് കോഴ കൊടുത്ത് റേറ്റിങ്ങിൽ പോലും ഒന്നാമത് വരാൻ ശ്രമിച്ച വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞില്ലേ. പത്രങ്ങളുടെ കാര്യങ്ങളൊന്നും വ്യത്യാസമല്ല. എല്ലാം പരസ്യങ്ങൾ കാരണം വാർത്തകൾ ഇപ്പോൾ പത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എല്ലാം മാറി മറിഞ്ഞെന്നേ. പണം താൻ എല്ലാവർക്കും മുഖ്യം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മോണോ ആക്റ്റിലും മിമിക്രിയിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോയെന്ന്. ഞാൻ ആകെ പങ്കെടുക്കാതിരുന്ന 2 ഐറ്റമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. മോണോ ആക്റ്റിലും പങ്കെടുത്തിട്ടില്ല, മിമിക്രിയിലും പങ്കെടുത്തിട്ടില്ല. നാടകത്തിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ റോളാണെങ്കിലും വലിയ റോളുകളാണെങ്കിലും എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പദ്യം ചെല്ലൽ, കവിതാരചന, പ്രസംഗം, സംസ്കൃതം പദ്യം ചെല്ലലിനൊക്കെ കയറിയിട്ടുണ്ട്. വായനാ മത്സരങ്ങൾക്ക്, ഇതിനെല്ലാം എല്ലാത്തിനും, എല്ലാ കാറ്റഗറിയിലുള്ള മത്സരങ്ങൾക്കും എല്ലാം ചാടി കയറുമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിന് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, കർട്ടൻ പൊക്കുമ്പോഴെല്ലാം ശീതളിൻ്റെ മുഖം തന്നെ കണ്ട് ഞങ്ങൾ ബോറടിച്ചെന്ന്. എല്ലാത്തിനും കയറുമായിരുന്നു. എന്തോ ഒരു ധൈര്യം തൻ്റെ ഇടം അങ്ങ് കാണിച്ചു. പിന്നെ പുസ്തക വായന ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് വരെ നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഇപ്പം എന്താ വായന മറന്നുപോയെന്നല്ല, സമയം 24 മണിക്കൂർ ഉണ്ടെങ്കിലും അത് എനിക്ക് വായനയ്ക്കായിട്ട് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടും കിട്ടുന്നത് വളരെ ചുരുങ്ങി ശോഷിച്ച് വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ. അതുകൊണ്ട് പുസ്തക വായന
വളരെ കഷ്ടിയാണിപ്പോൾ. വളരെ റെയറായിട്ടേ വായനയുള്ളൂ. നേരത്തെ ഒരുപാട് വായിക്കുക മാത്രമല്ല, വായിക്കുന്ന ഓരോ പുസ്തകത്തെക്കുറിച്ചും ഒരുപാട് സമയമെടുത്ത് ഞാൻ കുറിപ്പുകളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ആളായിരുന്നു. അതൊക്കെ എവിടെയാണ് അവസ്ഥ? അതിനേക്കാൾ ശോചനീയമായിട്ടുള്ള ഒരു 2-3 പത്രവും കാണും, ഒരു മംഗളവും ബാലരമയും കാണും. അതാണ് ഇവിടുത്തെ ലൈബ്രറി. അതുകൊണ്ട് വായനയൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറയേണ്ടി വരും. പിന്നെ സംസാരം അതിങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നു. ഇറങ്ങുന്ന പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുന്നുണ്ട്. ഓഡിയോ ബുക്സൊക്കെ ആസ്വദിക്കാറുണ്ട്. അപ്പം നിലവിൽ പറ്റുന്ന രീതിയിലൊക്കെ വായനയെ അനുഭവിക്കുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് മറുപടി തന്നത് ആർക്കും ബോറടിക്കേണ്ട എന്ന് കരുതിയാണ്. ഇതൊക്കെ കേട്ടിരുന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമുള്ള കാര്യമല്ലല്ലോ. പിന്നെ കുറേ പേര് ആകാംക്ഷയുടെ പുറത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു, അതിന് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ചോദ്യങ്ങളിലുള്ള ഉത്തരങ്ങളിൽ നിങ്ങൾ സംതൃപ്തരായില്ലെങ്കിൽ അക്കാര്യം കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കുക. വേണ്ട വിധത്തിൽ പരിഗണിക്കാം.